ഇനി നമ്മളെ അൽബയാനൊന്ന് ശരിയായി കളയാം. നമ്മളെ നാദാപുരത്ത് വന്ന് പാട്ടുപാടിയ മൗലവി ഉണ്ടല്ലോ, മൂപ്പര് നല്ല തട്ടുകല്ലിട്ടിട്ട് കാര്യമായിട്ട് ചോദിക്കാണ്, ഇതൊക്കെ പറയാനുണ്ടോ? 1952 സമസ്തയുടെ ഔദ്യോഗിക മുഖപത്രമായ അൽബയാനിലാണ് എഴുതിയിട്ടുള്ളത്. അന്നതിൻ്റെ പത്രാധിപർ ആരാണ് എന്നൊക്കെ അതിൻ്റെ മുഖചിത്രത്തിൽ, അതല്ലെങ്കിൽ മുഖ പേജിൽ തന്നെ, അതിൻ്റെ കവർ പേജിൽ തന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതായാൽ വളരെ പ്രയോജനകരമായിരിക്കും എന്നാണ് 1952 പറയുന്നത്. ഇപ്പോൾ കാന്തപുരം മുസ്ലിയാർക്കും അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കുമൊക്കെ ഇത് ഇസ്ലാമികമല്ല, ഇതുകൊണ്ട് സക്കാത്ത് വീടുകയില്ല എന്ന് പറയുവാൻ എന്ത് പ്രമാണമാണ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് കിട്ടിയത്? ഇത് നിങ്ങൾ സമൂഹത്തോട് വിശദീകരിക്കണം. എന്ത് പറയാനാ? സുബ്ഹാന ജല്ല ജലാലു. മൗലവിമാരോട് പറട്ടെ, നിങ്ങള് ഇരുട്ടുകൊണ്ട് ഓട്ടടക്കാതെ പോണ്ട. അതിലെന്താ ഉള്ളത്? അത് വായിച്ച പ്രശ്നം തീരുമല്ലോ. അതിലുണ്ടോ സക്കാത്ത് പിരിച്ചെടുക്കാം എന്നതിലുണ്ടോ? കമ്മിറ്റി ഉണ്ടാക്കി സക്കാത്ത് പിരിക്കണം അല്ലേ പിരിച്ചെടുക്കാം എന്ന് അതിൽ ഉണ്ടോ ഇല്ലേ? ഉണ്ടെങ്കിൽ അത് പറ. അതുണ്ടെങ്കിലല്ലേ നമ്മളെ വിഷയമുള്ളൂ. അതിലുണ്ടോ? അതെന്താ സംഭവം കേട്ടോളി. സക്കാത്ത് അഥവാ നിർബന്ധദാനം, PA അബ്ദുള്ള മൗലവി മട്ടന്നൂർ. ഇതെന്താണ്? സക്കാത്ത് കൊടുക്കണം, അത് നിർബന്ധമായും കൊടുക്കണം. അതിന് വേണ്ട സഹായം എല്ലാവരും കൂടി ചെയ്യണം. സഹായം എന്ന് വെച്ചാൽ പൈസ സഹായിക്കല്ല, വേണ്ട സംവിധാനം. ഇതാണ് ഈ ലേഖനത്തിന്റെ ആകത്തുക. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഇസ്ലാമിലെ അതിപ്രധാനമായ ഒരു സൽക്കർമ്മവും അതിന്റെ മൂന്നാമത്തെ ഫർളുമായ സക്കാത്തിനെ സംബന്ധിച്ച് വിവരിക്കുകയാണ് ഈ ലേഖനോദ്ദേശം. ഇപ്പൊ ലേഖനം എന്തിനാ? ലേഖനം ഫർളായ സക്കാത്തിനെ കുറിച്ച് പറയാനാണ് ലേഖനം, അല്ലാതെ കമ്മിറ്റി ഉണ്ടാക്കി പിരിക്കണമെന്ന് പറയാനല്ല ഈ ലേഖനം എഴുതി തന്നെ. ഇനി അതിലുള്ള എന്താണെന്നും കൂടി വായിച്ചാല. സ്ഥാനമാനങ്ങൾക്കും, ഇതിലുള്ള വേറൊരു ഭാഗമാണ്, സ്ഥാനമാനങ്ങൾക്കും അനാവശ്യ സംഗതികൾക്കും പണച്ചാക്കി കെട്ടഴിച്ച് ചൊരിയുന്ന നമ്മുടെ ധനികന്മാരും മുതലാളിമാരും അള്ളാഹു കൽപ്പിക്കുന്ന സക്കാത്ത് കൊടുക്കുന്ന പക്ഷം ഇങ്ങനെ കഷ്ടപ്പെടുന്ന ആളുകളെ കാണുവാനുള്ള നിർഭാഗ്യം നമുക്കുണ്ടാവുകയില്ലായിരുന്നു. അപ്പൊ പണക്കാര് സക്കാത്ത് കൊടുക്കാത്തതാണ് ഈ പാവപ്പെട്ടവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടായി. ഇനി ഇതിൽ പറയുന്ന കാര്യം കൂടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഖുലഫാഉൽ ഇസ്ലാമിന്റെയും കാലങ്ങളിൽ വിളവുകളും സ്വത്തുക്കളും പരിശോധിച്ച് സക്കാത്ത് കണക്കാക്കുവാനും അത് വസൂലാക്കുവാനും ഉദ്യോഗസ്ഥന്മാരെ നിയോഗിക്കുകയും പിരിച്ചു കിട്ടുന്ന സംഖ്യ ബൈത്തുൽ മാലിൽ പൊതു ഭണ്ഡാരത്തിൽ ശേഖരിക്കുകയും അതിന്റെ അവകാശികൾക്ക് നിയമാനുസൃതം വീതിച്ചു കൊടുക്കുകയുമായിരുന്നു പതിവ്. ഇപ്പാർക്കും തർക്കമില്ലല്ലോ, എനിക്കോട്ടോ. എന്നാൽ ഇന്ന് നമുക്ക് അങ്ങനെയുള്ള ഇസ്ലാമിയത്ത് ഹുക്കൂമത്ത് ഇല്ലെങ്കിലും ഓരോ ദേശക്കാരും യോജിച്ചുകൊണ്ട് മുഖ്ലിസുകളായ ഉലമാക്കളും വിശ്വസ്തരായ പൗരന്മാരും അടങ്ങിയ ഒരു ജംഇയ്യത്ത് കമ്മിറ്റി രൂപീകരിച്ച് ഇസ്ലാം നിർദ്ദേശിക്കുന്ന അതേ രൂപത്തിൽ അവകാശികൾക്ക് വിതരണം ചെയ്യുന്നതായാൽ അത് വളരെ പ്രയോജനകരമായിരിക്കുന്നതാണ്. ഇവിടെ കമ്മിറ്റി സക്കാത്ത് പിരിവെടുക്കുന്നു, വസൂലാക്കുന്നു എന്നത് എവിടെ? കമ്മിറ്റി സക്കാത്ത് വാങ്ങിക്കൊടുക്കാന്ന് എവിടെ? അല്ലെങ്കിൽ ചെയ്യുന്നേ അത് ഇവിടെ ഈ ഉദ്ധരണിയിൽ എവിടെ? ഒന്നുകൂടി വായിക്കാം കേട്ടോളി. വിശ്വസ്തന്മാരായ പൗരന്മാരും അടങ്ങിയ ഒരു ജംഇയ്യത്ത് കമ്മിറ്റി രൂപീകരിച്ച് ഇസ്ലാം നിർദ്ദേശിക്കുന്ന അതേ രൂപത്തിൽ, ഇസ്ലാം നിർദ്ദേശിക്കുന്ന രൂപത്തിൽ അവകാശികൾക്ക് വിതരണം ചെയ്യുന്നതായാൽ അത് വളരെ പ്രയോജനകരമായിരിക്കുന്നതാണ്. അല്ലാതെ അവരിൽ നിങ്ങോട്ട് വാങ്ങാന്നുള്ള വാചകം ഇവിടെ ഉണ്ടോ? അതില്ലല്ലോ. വ്യക്തികൾ തന്നെ തങ്ങളുടെ സക്കാത്ത് ശരിയായ വിധത്തിൽ വിതരണം ചെയ്താലും മതിയാകാതെയല്ല. പക്ഷെ അത് പലപ്പോഴും നടക്കുന്നില്ല. അതുകൊണ്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് നേരത്തെ പറഞ്ഞില്ലേ, ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടുക, കൊടുക്കേണ്ടി പോലെ ഒരുമിച്ച് കൂട്ടുക, വാങ്ങേണ്ട പോലെ ഒരുമിച്ച് കൂട്ടുക, എന്നിട്ട് അത് എല്ലാവർക്കും എത്തിക്കാനുള്ള ശ്രമം നടത്തുക. എന്നിവിടെ എന്താ പറ്റും? അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നതിൽ ഇവിടെ ആർക്കാണ് എതിർപ്പ്? ഇതാണ് ഇതിലുള്ളത്. ഏതായിരുന്നാലും സക്കാത്ത് ഏതായിരുന്നാലും സക്കാത്ത് വിതരണം ഉപകാരപ്രദമാക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഉലമാവും സമുദായ നേതാക്കന്മാരും പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ മട്ടന്നൂർ PA അബ്ദുള്ള മൗലവി എന്ന് പറയുന്ന ഉസ്താദ്, PA ഉസ്താദ് മഹാനവറുകൾ എഴുതിയ ലേഖനത്തിൽ
പണം പിരിച്ചെടുക്കുന്നതിനെ സംബന്ധിച്ച് ഒരക്ഷരം ഇല്ല. ഇനി ഞാൻ നാദാപുരത്ത് വന്ന് പാട്ട് പാടിയ മൗലവിയെയും ഇത് ഇട്ട ഡോക്ടർ മൗലവിയെയും ഞാൻ വെല്ലുവിളിക്കുന്നു, അങ്ങനെ ഒന്ന് കാണിച്ചു തരാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? പണം പിരിച്ചെടുക്കുന്ന നിങ്ങളെ ഏർപ്പാട് ഈ കമ്മിറ്റിക്ക് കൊടുത്തതായി ഇതിൽ കാണിച്ചു തരാൻ നിങ്ങളെ ഏതെങ്കിലും ഒരു മൗലവിക്ക് ധൈര്യമുണ്ടോ? എന്റെ ചോദ്യം. ഇല്ലാത്ത എങ്ങനെ കാണിക്കാൻ? പിന്നെ അപ്പറഞ്ഞ എന്താണ്? അത് മഹാനവറുകൾ മാത്രമല്ലല്ലോ പറഞ്ഞത്, നെല്ലിക്കുത്ത് ഉസ്താദ് പറഞ്ഞിട്ടില്ലേ? അത് ഉമർ ഫൈസി എഴുതിയിട്ടില്ലേ? ഉമർ ഫൈസി പറഞ്ഞിട്ടില്ലേ? സമസ്തയുടെ പണ്ഡിതന്മാര് അപ്പുറത്തും ഇപ്പുറത്തുള്ളവർ പറയുന്നില്ലേ? അതിലൂടെയാ തെറ്റ്. അതെ, അത് ഞാൻ വായിക്കാം. നെല്ലിക്കുത്ത് ഉസ്താദ് പറഞ്ഞു വായിക്കാം. ഓ അബ്ദുറഹ്മാൻ സാഹിബിന്റെ പുസ്തകം ദൈവം മതം ശരീഅത്ത്, IPH പുസ്തകം തന്നെ. ഇതിൽ 222 പേജില് നെല്ലിക്കുത്ത് ഉസ്താദ് എന്താ പറഞ്ഞത് ഇതിൽ പറയുന്നത്? അത് തന്നെയാണ് PA അബ്ദുൽ മൗലവിയും പറഞ്ഞത്. കേട്ടോളെ. ചോദ്യം: ഒരു പ്രദേശത്തെ മുതലാളിമാരെ എല്ലാം സംഘടിപ്പിക്കുക, പ്രദേശത്തെ ദരിദ്രരായ 15 ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കുക, ഈ വർഷത്തെ സക്കാത്ത് അവർക്ക് കൊടുക്കാമെന്ന് ധാരണയിലെത്തുക, സക്കാത്ത് മുതൽ കമ്മിറ്റി വാങ്ങാതെ, ശ്രദ്ധിക്കണേ, സക്കാത്ത് മുതൽ കമ്മിറ്റി വാങ്ങാതെ വ്യക്തി നേരിട്ടു നൽകുക. ഇങ്ങനെ മുതലാളിമാരുടെ സക്കാത്ത് ഒന്നിച്ച് അർഹരായവർക്ക് ലഭിക്കുമ്പോൾ, ഒന്നിച്ച് വാങ്ങല്ല, ഒന്നിച്ച് കൊടുക്കല, ഓരോരുത്തരായിട്ട് കൊടുക്കുക, എല്ലാം കൂടി കിട്ടുന്നത് ഒന്നിച്ച് അർഹരായവർക്ക് ലഭിക്കുമ്പോൾ ഉപകാരപ്രദമായ വഴിയിൽ ഇറക്കാനാവും. അടുത്ത വർഷം വരുമ്പോൾ ഇവരെ സക്കാത്ത് നൽകുന്നവരാക്കാൻ കഴിയും. ഇത് തുടർന്നാൽ കുറച്ചു കാലത്തിനുള്ളിൽ ദാരിദ്ര്യമുക്ത പ്രദേശം സൃഷ്ടിക്കാൻ കഴിയും. കമ്മിറ്റിയുടെ കയ്യിൽ കൊടുക്കുന്നത് കൊണ്ടുള്ള ദുരൂഹത നീക്കാനുമാകും. അവരുടെ കയ്യിൽ കൊടുക്കുന്നില്ല, അപ്പൊ ദുരൂഹത ഉണ്ട്, നീക്കാനുമാകും. കാശ് കയ്യിൽ വാങ്ങാത്ത, കേട്ടോളെ, കാശ് കയ്യിൽ വാങ്ങാത്ത സക്കാത്ത് കമ്മിറ്റി ഉണ്ടാക്കാൻ മുന്നോട്ട് വരാൻ ആരുണ്ടാകുമെന്നതാണ് പ്രശ്നം. നിങ്ങൾക്ക് അങ്ങനെ സക്കാത്ത് കമ്മിറ്റി ഉണ്ടാക്കാൻ കഴിയോ? മൗലവിമാർക്ക് കാശുകൾ വാങ്ങരുത്, സക്കാത്ത് കമ്മിറ്റി ഉണ്ടാക്കുക. സക്കാത്ത് ശരിക്ക് കൊടുക്കേണ്ടവർ കൊടുക്കുകയും കിട്ടേണ്ടവർക്ക് കിട്ടുകയും ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മിറ്റി ഉണ്ടാക്കാൻ മൗലവിമാരെ കിട്ടുമോ? കിട്ടൂല. കാരണം അന്നേരം അവർക്ക് പിണങ്ങാൻ കഴിയൂല, അപ്പൊ അവർക്ക് മാധ്യമം നടത്താൻ കഴിയൂല, പ്രബോധനം നടത്താൻ കഴിയൂല. എനിക്ക് കേട്ടോളി ബാക്കി. കാശ് കയ്യിൽ വാങ്ങാത്ത സക്കാത്ത് കമ്മിറ്റി ഉണ്ടാക്കാൻ മുന്നോട്ട് വരാൻ ആരുണ്ടാകുമെന്നതാണ് പ്രശ്നം. അതിന് തയ്യാറാകാത്ത സക്കാത്ത് കമ്മിറ്റിയുടെ ആത്മാർത്ഥത ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അല്ലെ, പൈസ വാങ്ങാതെ ഒരു സക്കാത്ത്, നമ്മളെ ഹജ്ജ് കമ്മിറ്റി ഇല്ലേ, അതെന്താണ് മറ്റുള്ളവർക്ക് സൗകര്യം ചെയ്യുക. അതുപോലെ സക്കാത്ത് കൃത്യമായ നിലക്ക് കൊടുക്കാനുള്ള സൗകര്യത്തിന് കമ്മിറ്റി ഉണ്ടാക്കാൻ മൗലവിമാർക്ക് എന്തേ കിട്ടാത്തത് എന്നാണ് ചോദിക്കുന്നത്. ഇനി കേട്ടോളി. സുന്നികൾ സക്കാത്ത് കമ്മിറ്റി ഉണ്ടാക്കാൻ അറച്ചു നിൽക്കേണ്ടതില്ല. എന്തിന്? പണം പിരിക്കാനല്ല, പണം കിട്ടേണ്ടവർക്ക് കിട്ടാനും അതുപോലെ തന്നെ കൊടുക്കേണ്ടവർ കൊടുക്കാനും, പൈസയ്ക്ക് വീശി വാങ്ങാനല്ല. ഇനി കേട്ടോ, മുതലാളിമാർക്ക് സക്കാത്തിന് അർഹരായവരെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനും അവർക്ക് സക്കാത്ത് നൽകാൻ പ്രേരിപ്പിക്കാനും അർഹരുടെ ലിസ്റ്റ് തയ്യാറാക്കാനുമൊക്കെ SSFകാർക്ക് ശ്രമിക്കാവുന്നതാണ്. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ റിസാല വാരിക 2003 നവംബർ 28 പ്രതികരണം. ഇതിന്റെ പ്രതികരണമാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ആൾക്കാരോട് ചോദിക്കുന്നത്. അപ്പൊ ഇത് ദിസാലയിൽ നെല്ലിക്കുത്ത് ഉസ്താദ് 2003 നവംബറിലേ പറഞ്ഞതാ. പൈസ വാങ്ങരുത്, പൈസ നിങ്ങൾക്ക് അധികാരമില്ല, കമ്മിറ്റിക്കാർക്ക് അധികാരമില്ല. ഞാൻ നേരത്തെ ഖുർആനും ഹദീസും ആയത്തും ഇമാമികളും ഒക്കെ ഉദ്ധരിച്ച് ഞാൻ പറഞ്ഞു, പൈസ വാങ്ങാതെ സക്കാത്തിന് സൗകര്യം ചെയ്യുക. ഇതാണ് PA അബ്ദുള്ള മുസ്ലിയാർ അവർകൾ എഴുതിയത്. എന്നാൽ PA അബ്ദുള്ള മുസ്ലിയാർ അവർകൾ എന്നത് എഴുതുമ്പോ മൂപ്പർക്ക് 29 വയസ്സാ, ചെറുപ്പക്കാരനാണ്, കേൾക്കണം. എന്നാൽ ആ എഴുതിയത് തന്നെ ആളുകൾ തെറ്റിദ്ധരിക്കുമോ എന്ന് സമസ്തയിലെ ഉലമാക്കൾക്ക് അന്നൊരു ധാരണ വന്നു. ഏതുപോലെ ഇമാം സയൂത്ത് റളിയല്ലാഹു അൻഹു ഇമാം ഫാക്കിഹാനിയുടെ ഒരു ഉദ്ധരണിയെ സംബന്ധിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. അതിപ്പോ വിഷയത്തിൽ കിടക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല, കാരണം അത് കണ്ട് ജനങ്ങൾ തെറ്റിദ്ധരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ വന്നതുകൊണ്ട് അന്ന് 29 വയസ്സാണ് ബഹുമാനപ്പെട്ട PA ഉസ്താദിനുള്ളത്. അന്ന് 46 വയസ്സുള്ള സമസ്തയുടെ വൈസ് പ്രസിഡന്റ്, സമസ്ത അത്
36 രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൽ പേര് വന്ന വൈസ് പ്രസിഡന്റ് സദഖത്തുൽ മുസ്ലിയാർ അന്ന് ഇത് 1952 മാർച്ചിലാണ് പി എ ഉസ്താദിന്റെ ലേഖനം വരുന്നത്. ഏപ്രിൽ കഴിഞ്ഞ് മെയ് മാസത്തിൽ ബഹുമാനപ്പെട്ട സദഖത്തുൽ മുസ്ലിയാർ അന്ന് ഹിദായത്തുൽ മുഅ്മിനീൻ അന്ന് 2 മാസികൾ സുന്നികളുടെ അതിൽ ലേഖനം എഴുതി. സക്കാത്തിലും കമ്മിറ്റി പ്രസ്ഥാനമോ കെ ഖാദി വണ്ടൂർ വൈസ് പ്രസിഡന്റ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതിൽ നിങ്ങൾക്ക് കാണാം ഓരോ ദേശങ്ങളിലും കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റി മുഖേന സക്കാത്ത് വിതരണം ചെയ്യുകയാണ് വേണ്ടത് എന്ന ഒരു പുതിയ വാദം വാസ്തവത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. അതിൽ പറഞ്ഞത് സക്കാത്ത് കമ്മിറ്റി മുഖേന സക്കാത്ത് വിതരണം ചെയ്യാന്ന എന്ന് പറഞ്ഞാൽ അതിനാവശ്യമുള്ള പണിയെടുക്കാന്ന മനസ്സിലാക്കിയത് അനുസരിച്ച് പറയാണ്. ചിലർ ഏറ്റുപാടി തുടങ്ങിയിരിക്കുന്നു. അത് ശരിയാവുകയില്ലെന്നും ഇമാമിങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള നിയമത്തിന് വിപരീതമാണെന്നും മറ്റ് പലവക ദോഷങ്ങൾ വന്നുകൂടുന്നതിനെയും വിവരിച്ചുകൊണ്ട് ഖലീഫ നിശ്ചയിക്കുന്ന ആമിലീങ്ങളോ നിയമപ്രകാരം ഇന്ന് കമ്മിറ്റി പിരിച്ചാൽ ആവുകയില്ലെന്നും മറ്റും കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള വൈസ് പ്രസിഡന്റ് കെ കസ്കദ് മൊലി അവர்கள் അയച്ചു തന്നിട്ടുള്ള ഒരു സുദീർഘമായ ലേഖനത്തിന്റെ ആദ്യ ഭാഗം മാത്രമാണ് ഇത് മെയിലുള്ളത്. ഇതിന്റെ ശേഷം അത് ജൂലൈയിൽ അതിന്റെ ബാക്കി ലേഖനം വരുന്നു. അതിൽ വിശദമായിട്ട് അതിനെ സംബന്ധിച്ച് എഴുതുന്നു. അപ്പോ ഇവിടെ ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ പരിപാടി നമുക്ക് നടപ്പാക്കാൻ പറ്റൂല എന്ന് കൃത്യമായിട്ട് അതിലെഴുതുന്നു. ഞാൻ അതും കൂടെ ഒന്ന് വായിച്ചു തരാം. ഇന്നു ശർഈയായ ഗവൺമെന്റ് ഇല്ലാത്ത സ്ഥിതിക്ക് സക്കാത്ത് വീതിക്കുവാൻ കമ്മിറ്റികൾ രൂപീകരിക്കേണ്ടതാണെന്നും ആ കമ്മിറ്റി മുഖേന സക്കാത്ത് വിതരണം ചെയ്താൽ മാത്രമേ സക്കാത്ത് കൊണ്ട് ഉദ്ദേശിച്ച ഫലം സാധിക്കുകയുള്ളൂ എന്നും ആണ് മൗദൂദികളുടെ വാദം. അവർ ഹിജ്റയുടെ 2ഉം 3ഉം നൂറ്റാണ്ടിലെ ഇമാമുകളെയും അവരുടെ ഫിഖ്ഹ്, ഖുർആൻ വ്യാഖ്യാനം മുതലായ സ്വീകരിക്കാത്തവരുമായതുകൊണ്ട് അവരുടെ ഈ വാദത്തെ പറ്റി ആശ്ചര്യപ്പെടാനില്ല. അറിഞ്ഞിട്ടോ അറിയാതെയോ മൗദൂദികളുടെ ഈ വാദം ഏറ്റുപാടുവാൻ നമ്മളിൽ നിന്ന് ചിലർ തന്നെ പുറപ്പെട്ട് കാണുന്നതിനാണ് ആശ്ചര്യം. വാസ്തവത്തിൽ അങ്ങനെ ഒരു വാദത്തിലേക്കാണോ പോകുന്നത് പേടിച്ചിട്ടാണ് സദഖത്തുൽ മുസ്ലിയാർ ഇത് എഴുതിയത്. വാസ്തവത്തിൽ പി എ ഉസ്താദ് അവர்கள் സംഖ്യ പിരിക്കുന്ന കാര്യം പറഞ്ഞിട്ടേ ഇല്ല. മറിച്ച് നെല്ലിക്കുത്ത് ഉസ്താദ് പറഞ്ഞതുപോലെ കൊടുക്കാനുള്ള സംവിധാനം അതുണ്ടാക്കുന്നതിൽ കമ്മിറ്റി പ്രവർത്തിക്കാം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് അത് പിടിച്ചിട്ട് സുന്നത്ത് ജമാഅത്തിനെ ഒരു പഴയ മാസിക എടുത്തുകൊണ്ട് വന്നിട്ട് അങ്ങോട്ട് കശക്കി കളയാന്നൊന്നും ഒരു മൗലവിയും വിചാരിക്കണ്ട. അങ്ങനെ അതിനില്ല.